എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ വ്യക്തി നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടോ, അവരുടെ മനസ്സിൽ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലെന്താണ്, നിങ്ങളെ ഓർത്ത് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളെ ഓർത്ത് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടോ, ആ പേഴ്സൻ്റെ മനസ്സിൽ ഈ നിമിഷം എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ആ വ്യക്തി നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത്. ഇനി എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ പേഴ്സണ് എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു, അതായത് ആ പേഴ്സണ് നിങ്ങളെ എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്ന് ആ പേഴ്സൺ അറിയാം. എന്നിട്ട് പോലും, അതായത് ആ പേഴ്സൺ അറിയാം നിങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ആ പേഴ്സണ് എന്നുള്ളത്. ആ പേഴ്സൺ അത് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് പോലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചല്ലോ, നിങ്ങൾ ആ പേഴ്സണോടും ആ പേഴ്സൺ നിങ്ങളോടും പിണങ്ങിയല്ലോ, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ മേ ബി ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സണ് ഒത്തിരി നാളായിട്ടുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഒരുപാട് നാളായിട്ടുള്ളതുപോലെ ആ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ പേഴ്സണ് ഇപ്പോഴും വിശ്വസിക്കാൻ സത്യം പറഞ്ഞാൽ സാധിക്കുന്നില്ല. നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോട്, അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് ആ പേഴ്സണ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു എന്നുള്ളൊരു കാര്യം ആ പേഴ്സണ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ പേഴ്സണ് മാത്രമല്ല, നിങ്ങൾ ആ പേഴ്സണും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം നിങ്ങളും ആ പേഴ്സണ് നൽകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സ്നേഹമുണ്ട്. ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവിൻ്റെ എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വളരെയധികം ആ പേഴ്സൺ നിങ്ങളെയും നിങ്ങൾ ആ പേഴ്സണെയും സ്നേഹിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ പേഴ്സൺ പ്രാധാന്യം നൽകുന്നുണ്ട്, നിങ്ങളും ആ പേഴ്സണ് പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണ് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. മേ ബി ആ ഒരു വിഷമം ആ പേഴ്സണ് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. പേഴ്സൻ്റെ വിഷമം ആ പേഴ്സണ് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷേ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് നിങ്ങളെ ഓർക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുന്ന സമയത്ത് എന്നതിലുപരി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിണക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടായല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ ഇത്രത്തോളം വിഷമിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മേ ബി ഇതൊരു ചെറിയ പിണക്കമായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഉണ്ടായത് ഒരു ചെറിയ പിണക്കമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ വഴക്കാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ചെറിയ വഴക്ക് കാരണം, അല്ലെങ്കിൽ ആ ഒരു ചെറിയ പിണക്കം കാരണം ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചല്ലോ, ഇത്രയും നാൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കാതെ ഇരുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ വിചാരിക്കുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഇത്രയും നാളെന്ന് ആ പേഴ്സൺ പറയുന്നത്.
മേ ബി ഒരുപാട് നാളായിട്ടില്ലെങ്കിലും ആ പേഴ്സൺ അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നത് എങ്കിലും ഈ ഒരു ചെറിയ പിണക്കം കാരണം ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചല്ലോ, ഇത്രയും നാൾ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാതെ ഇരുന്നല്ലോ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാതെ ഇരുന്നല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണ് ഒരുപാട് വിഷമം വരുന്നുണ്ട്, ഒത്തിരി വിഷമം വരുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ചെറിയ വഴക്കോ പിണക്കമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഒരിക്കലല്ല, ഒന്നിൽ കൂടുതൽ തവണ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം പിണങ്ങിയിരിക്കുമായിരിക്കാം. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമായിരിക്കാം. അതായത് പിണക്കമെല്ലാം മറന്ന് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമായിരുന്നിരിക്കാം. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപ് ഒരു പിണക്കം ഉണ്ടായപ്പോൾ, ഒരു വഴക്കുണ്ടായപ്പോൾ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവില്ല. നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവില്ല, ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങളും ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ അത് ഒരു വലിയ വഴക്കൊന്നുമല്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇത്ര നാൾ സംസാരിക്കാതെ ഇരിക്കാൻ മാത്രം ഒരു വലിയ വഴക്കാണ് അതെന്ന് ആ പേഴ്സൺ ഇപ്പോഴും തോന്നുന്നില്ല. ഒരു ചെറിയ വഴക്കായിട്ടാണ് ആ പേഴ്സൺ ഇപ്പോഴും തോന്നുന്നത്. അതായത് ഒരു ചെറിയ പിണക്കമായിട്ടാണ് ആ പേഴ്സൺ ഇപ്പോഴും തോന്നുന്നത്. ആ ഒരു ചെറിയ പിണക്കത്തെ കരുതി നിങ്ങൾ രണ്ടുപേരും ഇത്രയും നാൾ സംസാരിക്കാതെ ഇരുന്നോ എന്ന് ആ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അതായത് ഈ ഒരു ചെറിയൊരു പിണക്കം കാരണം നിങ്ങൾ രണ്ടുപേരും ഇത്രയും നാൾ സംസാരിക്കാതെ ഇരുന്നു എന്നുള്ളത് ആ പേഴ്സണ് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് വ്യക്തിയെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾ തമ്മിൽ ഇങ്ങനൊരു പിണക്കമുണ്ടായി, നിങ്ങൾ ഇത്രയും നാൾ സംസാരിക്കാതെ ഇരുന്നു, അതായത് നിങ്ങൾ തമ്മിൽ പിണക്കമുണ്ടായി, നിങ്ങൾ സംസാരിക്കാതെ ഇരുന്നു എന്ന് ഓർക്കുന്ന സമയത്ത് ആ പേഴ്സണ് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ പേഴ്സണ് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ പേഴ്സൺ ആണ് എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കാരണമാണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എങ്കിൽ പോലും ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സൺ കാരണമായിരിക്കാം ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നാണ്. അതായത് നിങ്ങളെ ഒരിക്കലും കുറ്റം പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല. ആ പേഴ്സൺ കാരണമാണല്ലോ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്, നിങ്ങൾ തമ്മിൽ പിണങ്ങിയത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണ് ഒത്തിരി വിഷമം വരുന്നുണ്ട്. ആ പേഴ്സണ് വളരെയധികം വിഷമം വരുന്നുണ്ട്. ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ പേഴ്സണ് വിഷമം വരുന്നുണ്ട്. ആ പേഴ്സണോട് നിങ്ങൾ പിണങ്ങിയല്ലോ, ആ പേഴ്സൺ കാരണമായിരിക്കാം നിങ്ങൾ പിണങ്ങിയത്, എങ്കിലും നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണ് ഒത്തിരി വിഷമം വരുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കാൻ ആ പേഴ്സണ് സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതായത് നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണ് ഒത്തിരി വിഷമം വരുന്നുണ്ട്. അതുപോലെ ആ പേഴ്സൺ കാരണമാണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നുള്ളൊരു ചിന്ത ആ പേഴ്സണുണ്ട്. അത് കാരണവും ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും പിണക്കം മാറണം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ രണ്ടുപേരും വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ പേഴ്സണും അതെ, നിങ്ങളും അതെ. നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി നിങ്ങൾ തമ്മിലൊരു ചെറിയ പിണക്കമേ ഉണ്ടാവുള്ളൂ. ആ പേഴ്സൺ വിചാരിക്കുന്നത് പോലെ മേ ബി നിങ്ങൾ തമ്മിലൊരു ചെറിയ പിണക്കമാണെങ്കിൽ ആ ഒരു പിണക്കം എത്രയും പെട്ടെന്ന് മാറണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് നിങ്ങളുടെ എനർജി കൂടിയായിരിക്കാം. നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസൊനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നാണ്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.